ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനം അഥവാ കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് മുംബൈ നഗരത്തെ പൊതുവെ പറയുന്നത്. മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ്. മഹാരാഷ്ട്രയുടെ തലസ്ഥാനമാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുടെ എല്ലാം ആസ്ഥാനം മുംബൈ ആണ്. ഈ വീഡിയോയിൽ പറയുന്നത് മുംബൈ എന്ന പേരും അതിനു മുമ്പ് ബോംബെ എന്ന പേരും ഈ നഗരത്തിന് വന്നത് എങ്ങനെയാണ് എന്ന കാര്യമാണ്. ഇന്ന് നമ്മൾ മുംബൈ എന്ന് വിളിക്കുന്ന നഗരത്തെ ഇതിന് തൊട്ട് മുമ്പ് വിളിച്ചിരുന്ന പേര് ബോംബെ എന്നായിരുന്നു. എന്നാൽ ബോംബെ എന്ന പേരിന് മുമ്പ് അതിൻ്റെ പേര് മുംബൈ എന്ന് തന്നെ ആയിരുന്നു. അപ്പോൾ മുംബൈ എന്ന പേര് എങ്ങനെ വന്നു എന്ന് നമുക്ക് ആദ്യം പറയാം. ആ പ്രദേശത്ത് പ്രാചീന കാലത്ത് താമസിച്ചിരുന്ന കോലി ജാതിയിൽപ്പെട്ട മുക്കുവന്മാരാണ് മുംബൈ എന്ന പേര് അതിന് നൽകിയത്. മുംബാദേവി എന്നൊരു ദേവതയുണ്ടായിരുന്നു. കോലി ജാതിയിൽപ്പെട്ട ആളുകൾ ആരാധിച്ചിരുന്ന ഒരു ആരാധനാ മൂർത്തിയാണ് മുംബാദേവി. ഈ മുംബ എന്നതിലേക്ക് അമ്മ എന്നർത്ഥം വരുന്ന ആയി ചേർത്താണ് അവർ മുംബൈ എന്ന പേര് രൂപപ്പെടുത്തിയത്. 1534 പോർച്ചുഗീസുകാർ മുംബൈ പ്രദേശത്തിന്റെ ഭരണം കയ്യിലാക്കി. ബഹദൂർ ഷാ രാജാവിന്റെ കയ്യിൽ നിന്നാണ് പോർച്ചുഗീസുകാർ മുംബൈ തട്ടിയെടുത്തത്. പോർച്ചുഗീസുകാർ നല്ല ഉൾക്കടൽ എന്ന് പോർച്ചുഗീസ് ഭാഷയിൽ അർത്ഥം വരുന്ന ബോംബെയിം എന്ന് മുംബൈയെ വിളിച്ചു. ഈ ബോംബെയിം എന്ന് പോർച്ചുഗീസുകാർ ഉപയോഗിച്ചു പോന്നു. എന്നാൽ 1661 ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവ് പോർച്ചുഗലിലെ കാതറീനെ വിവാഹം ചെയ്ത സമയത്ത് പോർച്ചുഗീസുകാർ സ്ത്രീധനമായി മുംബൈ എന്ന നഗരത്തെ, അതായത് മുംബൈയുടെ വലിയൊരു പ്രദേശത്തെ ബ്രിട്ടന് സമ്മാനമായി നൽകി. ഏറെ വൈകാതെ മുംബൈ പൂർണ്ണമായും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം സൂറത്തിൽ നിന്ന് മുംബൈയിലേക്ക് ബ്രിട്ടീഷുകാർ മാറ്റുകയും ചെയ്തു. അങ്ങനെ പോർച്ചുഗീസുകാർ നൽകിയ ബോംബെയിം എന്നതിനെ ഇംഗ്ലീഷ് വൽക്കരിച്ച് ബോംബൈ എന്നാക്കി ബ്രിട്ടീഷുകാർ മാറ്റി. അങ്ങനെയാണ് മുംബൈ ബോംബൈ ആവുന്നത്. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഏറെക്കാലം ബോംബൈ എന്ന പേര് വ്യാപകമായി ഉപയോഗിച്ചു പോന്നു. എന്നാൽ 1995 മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വന്ന ശിവസേന BJP സർക്കാർ ബോംബൈ എന്ന പേര് മാറ്റി മുമ്പ് നിലവിലുണ്ടായിരുന്ന മുംബൈ എന്ന പേര് കൊണ്ടുവന്നു. കൊളോണിയൽ അടയാളത്തെ ഇല്ലാതാക്കലും ബോംബെയുടെ സാംസ്കാരിക തനിമ നിലനിർത്തലുമായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ ബോംബൈ വീണ്ടും മുംബൈ ആയി മാറി.